സനു, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ക്ലോസ് ചെയ്ത ഒരു ഫയല് വീണ്ടും നീങ്ങണമെങ്കിൽ ശ്രീറാം സാംബശിവ റാവു അങ്ങനെ ഒരു കത്ത് നൽകണമെങ്കിൽ IT വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം അതിനുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവുണ്ടായിരിക്കുമോ, അറിവോടെ ചെയ്ത നീക്കം തന്നെയല്ലേ എന്ന രീതിയിലും ചർച്ചകൾ വരുന്നു. തീർച്ചയായും സ്വാഭാവികമായും ഇങ്ങനെ, കാരണം ചീഫ് സെക്രട്ടറി തല മീറ്റിംഗ് വേണ്ടാന്ന് വെച്ച ഒരു പദ്ധതിക്ക് വീണ്ടും അതിൻ്റെ സാധ്യത തേടി IT സെക്രട്ടറി കത്തയക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും IT വകുപ്പിൻ്റെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇത്തരത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്, അത് ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ സേതു മനസ്സിലാക്കേണ്ടത്, ഈ ചേർന്ന ചീഫ് സെക്രട്ടറി തല മീറ്റിംഗിൽ ചേർന്ന യോഗത്തിൻ്റെ മിനിറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മിനിറ്റ്സ് പറയുന്ന കാര്യം, ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ IT, കൃഷി, വ്യവസായ, റവന്യൂ, നിയമ, പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാരുമായി യോഗം ചേർന്നു. പദ്ധതി സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തുകയും പ്രസ്തുത പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് ശുപാർശ നൽകാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. അതായത് ഈ ഒരു തരത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട എന്ന് ഈ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന മിനിറ്റ്സ് ആണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. മറ്റൊരു കാര്യം, കൃഷി ഈ പറയുന്ന നേരത്തെ വകുപ്പുകൾ ഉന്നയിച്ച പ്രസക്തമായ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ കോഴഞ്ചേരിയിൽ ടെക്നോളജി പാർക്കും ഇൻ്റഗ്രേറ്റഡ് ബിസിനസ്സും ടൗൺഷിപ്പും സ്ഥാപിക്കുന്നതിനായി ടോഫൽ പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് സമർപ്പിച്ച പ്രപ്പോസൽ നിരാകരിക്കാവുന്നതാണ്. അതായത് തള്ളിക്കളയണം എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. മറ്റൊന്ന്, പദ്ധതി പ്രദേശത്ത് അനധികൃതമായി നികത്തപ്പെട്ട ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കി മേഖലയുടെ ജൈവ വൈവിധ്യത്തെയും പരിസ്ഥിതിയെയും ജലസംരക്ഷണത്തെയും നെൽകൃഷിയെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അപ്രകാരം ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ വകുപ്പിന് നിർദ്ദേശം നൽകാവുന്നത്. അതായത് ഈ ആറന്മുള പദ്ധതി പ്രദേശം അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ്. അവിടെ 90% വരുന്നത് അവിടുത്തെ വെറ്റ്ലാൻഡും അതുകൂടാതെ തന്നെ പാഡി ഫീൽഡുമാണ് എന്നതടക്കമുള്ള കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അതെങ്ങനെ സംരക്ഷിക്കാം തരത്തിലുള്ള പദ്ധതിക്കും അനുവാദമില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് മന്ത്രിമാർ കട്ടായം പറഞ്ഞ സ്ഥലത്ത് വീണ്ടും ഒരു നീക്കം നടക്കണമെങ്കിൽ ആർക്കാണ് താല്പര്യം? സേതു, ആ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഒരു അസാധാരണ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചേർന്ന് വേണ്ട എന്ന് പല കാരണങ്ങൾ, അവർ കൃഷി വകുപ്പിന്റെ മാത്രമല്ല റവന്യൂ വകുപ്പ് പറയുന്നു ഇത് പ്രശ്നബാധിത പ്രദേശമാണ്. കാരണം നേരത്തെ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില ലാൻഡ് ബോർഡുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളുണ്ട് എന്ന് ഈ പറയുന്ന റവന്യൂ വകുപ്പ് അതിൽ കുറിപ്പെഴുതുന്നു. കൃഷി വകുപ്പ് പറയുന്നതാകട്ടെ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി അന്ന് അവിടെ കുറേ നിലം നികത്തിയിരുന്നു. അങ്ങനെ ഒരു നിലം നികത്ത നടപടി ഉള്ളത് കൊണ്ടാണ് 2018 പ്രളയം ആറന്മുള ഭാഗത്ത് ഇത്ര രൂക്ഷമായി ബാധിച്ചത് എന്ന് കൃഷി വകുപ്പ് കുറിപ്പെഴുതുന്നു. IT വകുപ്പ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പ്, നിയമവകുപ്പൊക്കെ പറയുന്നത് ഈ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് പറഞ്ഞ IT വകുപ്പിന് കീഴിലെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് KSITIL എന്ന് പറയുന്ന കമ്പനി, അവർക്ക് വിയർപ്പോഹരി 5% വിയർപ്പോഹരി നൽകാം എന്നുള്ളതായിരുന്നു ഈ ടോഫൽ കമ്പനിയുടെ അവരുടെ ഒരു വാഗ്ദാനം. അതുമാത്രമല്ല ഡയറക്ടർ സ്ഥാനം KSITILന്റെ ഒരാൾക്ക് നൽകാമെന്നും പറയുന്നു. പക്ഷേ ഈ വിയർപ്പോഹരി വാങ്ങുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിയമവകുപ്പ് കുറിപ്പെടുന്നു. അങ്ങനെ എല്ലാ വകുപ്പുകളും ഒരു കാരണവശാലും വേണ്ട എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അത് പ്രത്യേകിച്ച് തീരുമാനമെടുത്ത് അത് ഉത്തരവിനായി നൽകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ അസാധാരണമായ ദുരൂഹമായ നീതീകരിക്കാൻ കഴിയാത്ത ബാഹ്യ ഇടപെടലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു ഇടപെടൽ IT വകുപ്പ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള IT വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവുവാണ് ഈ പറയുന്ന 2-ാം തീയതി പത്തനംതിട്ട കളക്ടറോട് ഇത്തരത്തിൽ പറയുന്ന കത്തിൽ തന്നെ ഭയങ്കര നമുക്ക് ചില കാര്യങ്ങൾ പറയണം. കാരണം എത്രയാണ് വെറ്റ്ലാൻഡ്, എത്രയാണ് കരഭൂമി, എത്രയാണ് ചതുപ്പ് ഭൂമി, എത്രയാണ് 2008 ശേഷം നികത്തിയ നെൽവയൽ എത്രയാണ്, ഇതിൻ്റെയൊക്കെ കണക്ക്, ഈ കണക്കുകളെല്ലാം
കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ് ഒക്കെയുള്ള IT വകുപ്പ് എല്ലാവരുടെയും ഫയൽ നേരത്തെ അവിടെ ഉള്ളതാണ്. ആ റിപ്പോർട്ടിലാണ് അവർ ഈ പറയുന്ന നിഗമനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം വർഷങ്ങളായി ഇതിപ്പോ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി അത് 370 ഏക്കർ ഭൂമിയായിരുന്നു. ഇതിപ്പോ എത്ര ഏക്കറാണ് ഇപ്പോൾ ഉള്ളത്, എത്ര ഏക്കറാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ നിലവിൽ ഈ KGS ഗ്രൂപ്പ് നീക്കം നടത്തി അത് വേണ്ടെന്ന് വെച്ചു. അതിന് പിന്നാലെ ഇപ്പോഴുള്ള ഈ ശ്രീറാം സാംബശിവ റാവുവിന്റെ ഈ ഒരു നീക്കം അത് മറ്റ് വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ഈ കത്തയച്ചത് വളരെ 2-ാം തീയതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്, റവന്യൂ മന്ത്രി കെ രാജൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ. കാരണം ആ വകുപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് തീർച്ചയായും അറിയാൻ നമുക്കും ഒരു ആകാംക്ഷയുണ്ട്. കാരണം അവർ വേണ്ട എന്ന് പറഞ്ഞ, ഒരു തരത്തിലും അതുമായി മുന്നോട്ട് പോകില്ല എന്ന് അവർ പറഞ്ഞ മന്ത്രിമാർ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് വേണ്ടി ഈ സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ കീഴിലെ IT വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി സാംബശിവ റാവു എങ്ങനെയാണ് ഇടപെടുക? അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ? ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ മൗനാനുവാദത്തോടുകൂടി നടന്ന നീക്കം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചുകൂടെ? അല്ലാതെ ഇപ്പോൾ ഈ ശ്രീറാം സാംബശിവ റാവുവിന് ഒറ്റയ്ക്ക് ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ നീങ്ങാൻ പറ്റും? ഒരു വകുപ്പുകൾ തന്നെ കൂടി വേണ്ട എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഉദ്യോഗസ്ഥന് എന്താണ് താല്പര്യം? അതായത് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉള്ളതായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അത് വെറുതെ പറയുന്നതല്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചതിൽ നമുക്ക് ഇന്ന് മനസ്സിലാകുന്നതാണ്. ഇതിൽ ഈ അപേക്ഷ വന്ന് 19/10/2024 മുഖ്യമന്ത്രി ഫയലിൽ 7 കാര്യങ്ങളിൽ വ്യക്തത തേടി മുഖ്യമന്ത്രി കുറിപ്പെഴുതിയിരുന്നു. 19/10/2024 കുറിപ്പ് നോട്ട് നമ്പർ 67, അതായത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അദ്ദേഹം എഴുതുന്നു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകൾ ഭൂമിക്ക് ബാധകമാണോ? ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ പദ്ധതിയെ ബാധിക്കുമോ? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് തടസ്സമാകുമോ? എന്ന ഉൾപ്പെടെയുള്ള 7 കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് റവന്യൂവും കൃഷിയും വകുപ്പ് സെക്രട്ടറിമാർ അദ്ദേഹത്തിന് മറുപടി നൽകുന്നു. ഇത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ സാധിക്കില്ല. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന തീയതിയിൽ എനിക്കൊരു വ്യക്തത, അതായത് 29/3/2025 അദ്ദേഹത്തിൻ്റെ മറ്റൊരു കുറിപ്പ് അദ്ദേഹം ഈ ഫയലിൽ എഴുതുന്നത്. ചീഫ് സെക്രട്ടറി തലത്തിൽ IT, കൃഷി, വ്യവസായ, റവന്യൂ, നിയമ, പരിസ്ഥിതി സെക്രട്ടറിമാരുമായി ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതോടുകൂടി അദ്ദേഹം ആ നിർദ്ദേശം നൽകുന്നു, ഫയലിൽ എഴുതുന്നു. അതിനുശേഷമാണ് പല ഘട്ടങ്ങളിൽ ആദ്യം അന്ന് ഈ നിർദ്ദേശം നൽകുമ്പോൾ ശാരദാ മുരളീധരനായിരുന്നു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. 10/4 യോഗം ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. യോഗം നടക്കുന്നില്ല. 10/4 ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. 2/6 ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് 16/6 ഈ യോഗം ചേരുകയും ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ കഴിയില്ല എന്നുള്ള കർശനമായ, കൃത്യമായ, വ്യക്തമായ, ഏതെങ്കിലും തരത്തിലുള്ളൊരു അവ്യക്തത ഈ അവരുടെ ഈ മിനിറ്റ്സിൽ നമുക്ക് ഒരിടത്ത് കാണാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇത് നിരാകരിക്കണം എന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നു. പക്ഷേ അവിടെയാണ് 30-ാം തീയതി, 16-ാം തീയതിയിലെ യോഗത്തിൻ്റെ തീരുമാനം. അത് 17-ാം തീയതി ചീഫ് സെക്രട്ടറിയുടെ മിനിറ്റ്സ് ആക്കുന്നു. 30-ാം തീയതി ആകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വകുപ്പായ IT വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവുവും വീണ്ടും പത്തനംതിട്ട കളക്ടറോട് ചോദിക്കുന്നു, എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ പദ്ധതിക്ക്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഏറ്റവും, അതായത് ജനങ്ങളാൽ എതിർക്കപ്പെടുന്ന, മുന്നണിയിലെ പാർട്ടികൾ എതിർക്കുന്ന, മുന്നണിയിലെ മന്ത്രിമാർ എതിർക്കുന്ന, മുന്നണിയിലെ സംസ്ഥാന സെക്രട്ടറി സമരം ചെയ്ത ഒരു പദ്ധതിക്കായി ആർക്കാണ് ഇത്ര വേഗം എന്ന് നമ്മൾ മറ്റേ കേരളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആർക്കാണ് ഈ ഒരു ആവേശം, ആർക്കാണ് ഈ ധൃതി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആർക്കാണ് ഇതിന്റെ ആവശ്യം എന്ന പറയുന്നത് പോലെയാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കം വേണ്ടെന്ന് വെച്ച ഇപ്പോൾ മറ്റ് വകുപ്പുകളുടെ നിലപാട് കേട്ടതിന് ശേഷം, കൃഷി വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിയമ വകുപ്പിന്റെയും ഒക്കെ നിലപാട് കേട്ടതിന് ശേഷം മുഖ്യമന്ത്രി അടക്കം വേണ്ടെന്ന് വെച്ച ഒരു പദ്ധതിയിൽ ഈ അദ്ദേഹത്തിന് തന്നെ വകുപ്പിലെ സെക്രട്ടറി, IT വകുപ്പ് സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവു ഈ പറഞ്ഞതുപോലെ ഇനി ആരുടെയാണ് താല്പര്യം ഈ വിഷയത്തിൽ? ഈ വകുപ്പുകൾ
വകുപ്പുകൾ ചേർന്ന് വേണ്ടെന്ന് വച്ചൊരു ഫയൽ വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീറാം സാംബശിവ റാവു കളക്ടറോട് കാര്യങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ ആരുടെ താല്പര്യം, ഇതാർക്കു വേണ്ടി ഇപ്പോൾ നീക്കം നടത്തുന്നു, ഇത് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് മുന്നിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ബിഗ് ബ്രേക്കിംഗ്. അത് റവന്യൂ കൃഷി വകുപ്പുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ആറന്മുള വിവാദ പദ്ധതിയിൽ സർക്കാർ വീണ്ടും ദുരൂഹ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. മന്ത്രിമാർ ചേർന്ന് വേണ്ടെന്ന് വച്ച ഒരു പദ്ധതി പ്രദേശം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വകുപ്പ് സെക്രട്ടറികൾ ചേർന്ന് ഇനി ഈ ഫയൽ തുറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ചൊരു ഫയൽ വീണ്ടും തുറക്കേണ്ട ആവശ്യമുണ്ട് എന്ന് IT സെക്രട്ടറി കളക്ടറോട് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടിയിരിക്കുന്നു. അത് ആരുടെ താല്പര്യപ്രകാരം നടത്തിയതാണ് ആ നീക്കം, എന്ത് ബാഹ്യ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്? ഇനി വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതകൾ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. VS അനുവാണ് ഈ ഏറ്റവും വലിയ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.